അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രപഞ്ച വ്യാപകമായ സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശത്തോടു കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഒന്നുകൂടി ചിന്തിച്ചു നോക്കണം എന്ന് എനിക്കൊരു എളിയ അപേക്ഷയുണ്ട്. കാരണം പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇത്രയും ഉത്കൃഷ്ടമായ ഒരു ചിന്താഗതി മറ്റ് മതഗ്രന്ഥങ്ങളിലൊന്നും കാണുന്നില്ല എന്ന്. അത് അദ്ദേഹത്തിൻ്റെ പരിമിതിയായിരിക്കാം, എൻ്റെയും പരിമിതിയായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പരിശുദ്ധ ഖുർആൻ അതിൻ്റെ മൂലഭാഷയിൽ പഠിക്കാനുള്ള സന്ദർഭമോ അവസരമോ കഴിവോ എനിക്കുണ്ടായിട്ടില്ല. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷകളും മലയാളം പരിഭാഷകളുമാണ് ഞാൻ പരിചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് മതഗ്രന്ഥങ്ങളും എന്നാലാവുന്നിടത്തോളം മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയ കാര്യം, എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ കാര്യം, ഇസ്ലാം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മതമാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. അതേ സമയത്ത് അതേപോലെ തന്നെ, അതിൽ കവിഞ്ഞല്ല, അതേപോലെ തന്നെ ഒരേപോലെ അതേ ഔത്കൃഷ്ട്യം ഉള്ളതാണ് ഞാൻ പരിചയപ്പെട്ട മറ്റ് മതഗ്രന്ഥങ്ങൾ. അത് ബൈബിളായാലും ശരി, താൽമുഡായാലും ശരി, ഭഗവത്ഗീത ആയാലും ശരി, ഉപനിഷത്തുകളോ രാമായണ ഭാരതാദികളായാലും ശരി, അവയൊക്കെയും ഇതേപോലെ ഉത്കൃഷ്ടം വഹിക്കുന്ന ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്നേഹ സന്ദേശം എല്ലാ മതങ്ങളുടെയും സാരമാണ്. വിശ്വാസികളെ, സഹോദരങ്ങളെ, ഒന്നുമില്ല സ്നേഹത്തിനു പകരം എന്നാണ് വിഷയം. അത് നമ്മൾ അങ്ങനെ ഒരു വിഷയം നൽകാനുള്ള ഗൗരവമായ കാരണം, സമൂഹത്തിൽ ഇന്ന് സ്നേഹസ്പർശം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് ഇന്ന് ലോകം മുഴുവനും അനുഭവിക്കുന്നത്. അതൊരു വാക്കിൽ പറഞ്ഞാൽ ഒടുങ്ങുന്ന കാര്യവുമല്ല, ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം. നമ്മൾ ഭാഷകളൊക്കെ പറയും, ഇത് സത്യത്തിൽ ഭാഷക്കും അപ്പുറമാണ് ഞാൻ ഈ പറയുന്നത്. പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്ന ഒരു സമുന്നതമായ കാര്യം, നാട് നീങ്ങുക, മരിച്ചു പോവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം, അത് കൈവെട്ടാണെങ്കിലും അതിൻ്റെ പേരിലുള്ള കോലാഹല ആഘോഷങ്ങളാണെങ്കിലും എല്ലാം അതിൽ എല്ലാവരും സത്യത്തിൽ തുല്യ പങ്കാളികളാവുകയാണ്. എല്ലാ ആളുകളും അത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ആർദ്രത എന്നത് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു. പിന്നെ യഥാർത്ഥ ജ്ഞാനവും, ജ്ഞാനത്തിന്റെ നാട്യങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. ജ്ഞാനമില്ലാതാകുമ്പോൾ ഉപരിപ്ലവമായ രീതികളും കലകളും അല്ലെങ്കിൽ ഉപരിപ്ലവമായ നടനങ്ങളും നമ്മൾ യഥാർത്ഥ ജ്ഞാനമാണെന്ന് ധരിച്ചു. എന്നിട്ട് അവരെ ജനങ്ങൾ ഇങ്ങനെ പിൻപറ്റുകയും ചെയ്യും. പത്രലോകത്ത് പോലും സംഭവിച്ച കാര്യം അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പത്രം വരാതിരുന്നെങ്കിൽ എന്ന് കൊതിച്ച ദിവസങ്ങൾ പോലും പത്രം വരുത്തുന്ന നമുക്കുണ്ടാകുന്ന ദിവസങ്ങളുണ്ട്. ഞാനിത് കരുതി കൂട്ടി പറയുക. പത്രം വന്ന ഉടനെ പത്രം ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കിയിട്ട് കുട്ടി കാണാതെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച സംഭവം ഈ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട്. ഇനി പത്രം കുട്ടി കാണുന്നത് നല്ലതല്ല. അതായത് സമൂഹത്തിൽ ഏറ്റവും കഴിവുള്ള ആളുകളപ്പം നമ്മളൊക്കെ, ഉദാഹരണം പറയാം, ഈ ഇവിടെ ഞങ്ങൾ 3 ആളുമാണ് ഇവിടെ പ്രധാനമായി നിങ്ങളോട് പറഞ്ഞത്. ഒന്ന് ബഹുമാനപ്പെട്ട MGS സാറ്, ഒന്ന് രാജശേഖരൻ സാറ്, ഒന്ന് ഞാൻ. ഞങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? സത്യത്തില് താഴെ ഇരിക്കുന്നവർ മുകളിലിരിക്കുന്നവന്റെ നിഴലുകളാണ്. അത് അതിന്റെ സ്വഭാവമാണ്, അതിന്റെ രീതിയാണ്. എങ്ങനെ അവർക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? സാഹിത്യകാരൻ ഇന്നഫിൽ ബയാനിൽ അസ്യഹറൻ, സാഹിത്യത്തിൽ മാരണമുണ്ട് എന്ന് പുണ്യനബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ എങ്ങനെയും തിരിക്കാൻ കഴിയും. ഈ കൈവിട്ടുകാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരോ സത്യത്തിൽ ജ്ഞാനമാണെന്ന് കരുതി അജ്ഞാനത്തെ ആശ്രയിച്ചതാണ്. വിചാരിച്ചവർ ജ്ഞാനമാണെന്ന്. അപ്പോ ജ്ഞാനി എന്നൊരാൾ അവരുടെ മുന്നിലുണ്ടായിരിക്കും. വെറുതെ ഒരാൾ അങ്ങനെ പോയി കൈവിട്ടുകയൊന്നുമില്ല.
ഏതോ ഒരു അജ്ഞാനം ഒരാൾ ജ്ഞാനം എന്ന പേരിൽ കൊടുക്കുന്നുണ്ട്. ഞാനത് കൈവട്ടെന്ന ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു ഉദാഹരണം ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി കണ്ടതിലെ ഏറ്റവും വലിയ കാടത്തത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു കാടത്തത്തിന്റെ ആവർത്തനം എല്ലായിടത്തും വരുന്നു. നേരവണ്ണം മനുഷ്യരെ നയിക്കുന്ന ഒരു ഘട്ടം മുകളിലിരിക്കുന്ന ആളുകൾക്ക് വരുന്നില്ല. സാഹിത്യകാരന്മാർ നല്ല മനസ്സുണ്ടായിരുന്നു ആളുകൾക്ക് മുഴുവൻ. നിറഞ്ഞ മനസ്സുകൊണ്ടായിരുന്നു, നിറഞ്ഞ വിജ്ഞാനം, നിറഞ്ഞ മനസ്സ്. പിന്നെ അനവധി കാലഘട്ടത്തിന്റെ കഠിനാധ്വാനം കൊണ്ടാണ് മനുഷ്യനാകുമ്പോഴാണ് ജ്ഞാനിയാവുക. ഇന്ന് ജ്ഞാനം സ്കോപ്പാണ്, അത് തന്നെ സ്വാർത്ഥതയാണ്. ഇനിയിപ്പോൾ ഒരാൾ എന്ത് പഠിക്കണമെന്നെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ നാണയം കിട്ടാനുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതാണ് ഇന്നത്തെ ജ്ഞാനവും. അതുകൊണ്ട് ഈ നിലക്കൊരിക്കലും സൊസൈറ്റി രക്ഷപ്പെടില്ല. ജ്ഞാനി തന്നെ സ്വാർത്ഥനാണ്, പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ നിലക്ക് നമ്മുടെ സൊസൈറ്റി രക്ഷപ്പെടില്ല. അപ്പോൾ പണ്ഡിതൻ, സമൂഹത്തിലൊരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സന്യാസി സ്വത്വത്തെ ഇല്ലായ്മ ചെയ്തവനാണ്. തനിക്കായി ഒന്നുമില്ല, എല്ലാം സമൂഹത്തിന് വേണ്ടിയാണ്. ഞാൻ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കരള് പോലെ സ്നേഹിച്ച ഒരു പള്ളിയിൽ വന്ന ഒരാൾ മൂത്രിക്കാം. പ്രവാചകന്റെ മദീനയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഈ കൈവെട്ട് കേസ് പോലൊന്നുമല്ല, അതിനേക്കാൾ വലിയൊരു സംഗതിയാണ്. അതായത് കാരണം ഭയങ്കര വിശ്വാസത്തിൽ നേരിട്ട് പോയിട്ട് പള്ളിയിൽ വന്നിട്ട് അകത്തളത്തിൽ മൂത്രിക്കാം ഒരാൾ, ഒരു ശുദ്ധഗ്രാമീണൻ. അയാളിലേക്ക് ആ പഴയ അറബ് ശൈലി പോലെ ആളുകൾ ഇങ്ങോട്ട് ഒരു പ്രത്യേക ശബ്ദത്തോടെയും മറ്റും ആളുകൾ ഇങ്ങനെ കേറുന്നത് പുണ്യനബി കാണുമ്പോൾ മിണ്ടരുത്, മൂത്രിച്ചോട്ടേന്ന്. പള്ളിയിൽ പൂർണ്ണമായി അയാൾ മൂത്രിച്ച് തീരുന്നത് വരെ അനങ്ങരുത് എന്ന് പുണ്യനബി പറഞ്ഞു. ഭയങ്കര ഒരു സംഭവമാണ്. അങ്ങനെ അയാൾ മൂത്രമൊക്കെ ശുദ്ധീകരിച്ച് വരാനുള്ള സൗകര്യം അയാൾക്ക് കൊടുത്തു. പള്ളിയിൽ മൂത്രിച്ചവനെ ആദരിക്കുന്നത്, പള്ളിയിൽ മൂത്രിച്ചവനെല്ലാം ആദരിച്ച് കഴിഞ്ഞ് വന്ന് അയാളെല്ലാം കഴിഞ്ഞു. പിന്നെ അന്നത്തെ കൂട്ടത്തിൽ സംഭാഷണം മധ്യപ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ മസാജിദ ലം തുബ്ന ലിഹാദ, ഈ പള്ളികളൊന്നും ഇതിനൊന്നും വേണ്ടി ഉണ്ടാക്കുന്നതല്ല, അത് വളരെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഗേഹങ്ങളാണ്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അത്രമാത്രം. എന്തൊക്കെ പൊല്ലാപ്പുണ്ടാകുന്ന ഒരു കാര്യമാണത്. പക്ഷെ എന്തൊരു മനോഹരമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഞാൻ നല്ലവനാകാൻ തയ്യാറാണ്, പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്, വ്യഭിചാരത്തിന് സമ്മതം തരണം എന്നൊരു ഗ്രാമീണൻ വന്നുവെന്ന് പറയാം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരു നല്ലവനാകാൻ വേണ്ടി കരാർ ചെയ്യേ, വ്യഭിചാരം അതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഇയാളെ ഈ പുണ്യനബിയുടെ ഈ പരിചയപ്പെടുത്തൽ കേട്ടപ്പോ ഇയാൾ വിചാരിച്ചത് ഇത് വ്യഭിചാരത്തിന് വലിയൊരു വാതിൽ തുറക്കുന്ന മതമായിരിക്കും. അതൊരു ചിന്തിക്കണം. അതൊന്നും അത്ര വലിയ കാര്യമല്ല. നീ ഇരിക്കണം, നല്ലവനാകാൻ കരാർ ചെയ്യും. ഞാൻ ആക്രമിക്കൂല, ഞാൻ കൊള്ള ചെയ്യൂല, ഞാൻ ദ്രോഹം ചെയ്യൂല, ഞാൻ കളവ് പറയൂല, ഞാൻ ഒരാളെ ഒരു പെൺകുട്ടിയെയും ജീവനോടെ കുഴിച്ചു മൂടാൻ പോകും. ഇതൊക്കെ അന്നും സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തുകൾ. ഇതിനൊക്കെ നീ എൻ്റെ കൂടെ കരാറ് ചെയ്യുന്നത്. പ്രവാചകൻ തന്റെ വലത്തെ കൈവെള്ളം ഇങ്ങനെ നീട്ടി കയ്യിൽ കൈവെക്കുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു, എല്ലാം പ്രതിജ്ഞ ചെയ്തു. വ്യഭിചാരത്തെ കുറിച്ച് മിണ്ടിയതുമില്ല. കാരണം അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ അത്. പിന്നെ അയാളും വിടുന്നതിനാണ്. പിന്നെ എങ്ങനെ സംസാരം മധ്യ നാട്ടുകാര്യങ്ങളൊക്കെ അയാളോട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുശലാന്വേഷണങ്ങളായി. അപ്പോഴാണ് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭാര്യ ഉണ്ടല്ലോ എന്ന് വെച്ചു. ആ ഉണ്ട്. നിങ്ങൾ ഭാര്യ മറ്റൊരാൾ വ്യഭിചരിക്കുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളെ ചിന്തിക്കാൻ കഴിയും? മൂക്ക് വീർത്തു. അപ്പോൾ പറഞ്ഞു, വ്യഭിചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീ വേറൊരാളുടെ ഭാര്യയാവില്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മോളില്ലേ എന്ന് വെച്ചു. മോളെ കുറിച്ചും അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് ഉമ്മയില്ലേ എന്ന് വെച്ചു. നിങ്ങൾക്ക് സഹോദരി ഇല്ലേ? നിങ്ങളുടെ സഹോദരിയുടെ മേലാണ് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ എന്താ നിങ്ങളെ പ്ലാൻ വെച്ചു? സഹിക്കാൻ കഴിയില്ലെന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ പ്രവാചകൻ ഒന്നും വേണ്ടിയില്ല. അപ്പോൾ അയാൾ എണീറ്റ് പറഞ്ഞു, വ്യഭിചാരം ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ തിന്മ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ മിനൽ ഖൽബി ഇലൽ ഖൽബാണ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്. നമുക്കങ്ങനെ പറയാൻ പോലും കഴിയില്ല. നമ്മുടെ ഭാഷ പോലും ഇന്ന് ഊഷരമായി പോയി. നല്ലൊരു ഭാഷ പോലും ഉണ്ടാവുന്നില്ല. ഒരു ഉറുമ്പിന്റെ വാക്ക് കേട്ട് ഒരു ചക്രവർത്തി നിന്ന് ചിരിച്ചു എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഖുർആനിൽ. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ഒരു ഉറുമ്പ് പ്രാണികളുടെ സംസാരം വരെ സയ്യിദ്ന സുലൈമാൻ എന്ന ലോകം കണ്ട ചക്രവർത്തിയും പ്രവാചകനുമായ മനുഷ്യനെ അള്ളാഹു വശപ്പെടുത്തി കൊടുത്തിരുന്നു.
ഉറുമ്പ് സംസാരില്ല യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ ഇങ്ങനെ വരുമ്പോൾ കുറെ ആളുകളും കൂടെയുണ്ട്. അപ്പോൾ കൊച്ചുറുമ്പ് കൂട്ടത്തിലുള്ള ഉറുമ്പുകൾ അതിന്റെ സ്നേഹമസൃതമായ ഒരു പെരുമാറ്റം പറയാണ്, പെട്ടെന്ന് മാളത്തിലേക്ക് ഒളിക്കണേ, സുലൈമാനും ആളുകളും വരുന്നുണ്ട്, അവർ വഹും ലാ യശ്ഉറൂൻ, അതും അറിയാതെ ചവിട്ടി പോകും. അപ്പൊ സുലൈമാനെ കുറിച്ച് നല്ല അഭിപ്രായം ഉറുമ്പിന്, ഇത്ര പോന്ന ഉറുമ്പിന്. എന്താണ് ആ പ്രയോഗങ്ങളിലൂടെയൊക്കെ ഉള്ളൊരു സന്തോഷം. അതിന്റെ ആ ഉറുമ്പിന്റെ വാക്ക് കേട്ട് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു സയ്യിദ്നാ സുലൈമാൻ. തബസ്സമ എന്ന് പറഞ്ഞാൽ മതി, ലാഹിക്ക എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ കൂട്ടിയിട്ടാണ്. ഖുർആന്റെ ഒരു ആത്മഹർഷത്തിന്റെ ഒരു ആന്തോളനാണ്. രണ്ട് ചേർച്ചയാണ്. തബസ്സമ ചിരിച്ചു, ലാഹിക്കൻ ചിരിച്ചു. ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു, പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. എന്തൊരു മനോഹരമായ പ്രയോഗം. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളുടെ അടിത്തറ എന്താന്ന് ചോദിച്ചാൽ മനസ്സ് മനുഷ്യന്റെ നന്നാവണം. ഈ അടുത്ത കാലഘട്ടത്തിൽ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം ഉപഭോഗ സംസ്കാരം വളർന്നു വന്നു. നമ്മളെല്ലാം പടിഞ്ഞാറിനെ മാത്രം ആശ്രയിച്ചു. ഒരുതരം പടിഞ്ഞാറികളായി നമ്മൾ മാറി. നമ്മൾ ഇന്ത്യക്കാരും ഇങ്ങനെയൊന്നും അല്ല, ഏഷ്യക്കാരും ഇങ്ങനെയല്ല. നമ്മുടെ ആചാരങ്ങളും മര്യാദകളും രീതികളൊന്നും അങ്ങനെയല്ല. നമ്മൾ എന്തും വലിയ, നിങ്ങൾക്കറിയില്ലേ, അറേബ്യയിൽ ഒരാള് എവിടുന്നോ വരുന്ന ഒരാളെ ഒരു രാത്രി, ആ രാത്രി നമസ്കാരം കഴിയുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം, ആരാണ് ഇന്ന് ഇയാൾക്കൊരു ഭക്ഷണം കൊടുക്കുക? ഒരാളും എണീറ്റില്ല. കാരണം ആയിരിക്കുന്ന നമസ്കാരത്തിന് വന്ന ഒരാളുടെ വീട്ടിലും രാത്രി ഭക്ഷണമില്ല, എവിടുന്നോ വന്ന ആളാണ്. പിന്നെ ചോദിച്ചു, ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഒരാൾ എണീറ്റു. അയാൾക്കും വീട്ടിലുണ്ടായിട്ടല്ല, പിന്നെ എന്താ ചെയ്യാ? എണീറ്റു. ആ ഇരിക്കുന്ന ഒരാൾക്കും ഒരു വീട്ടിൽ രാത്രി ഭക്ഷണമില്ല. അങ്ങനെ ഞാൻ കൊണ്ടുപോകാൻ അങ്ങനെ അയാളോട് കൂടെ പറഞ്ഞയച്ചു. പ്രവാചകന്റെ വീട്ടിൽ രാത്രി ഭക്ഷണം ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞയക്കുന്നത്. നിങ്ങളതൊക്കെ ചിന്തിച്ചു. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൊഴുപ്പ് കൂടിയതാ, അതാണ് പ്രശ്നം. നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ലൂയിസ് 14 കൊട്ടാരത്തിന്റെ മുന്നിൽ ആളുകൾ കൂടി നിന്നപ്പോൾ എന്താ ഇവർ കൂടിയെന്ന് വെച്ചപ്പോ പ്രധാനമന്ത്രി പറഞ്ഞു ഇവരൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇയാൾ വിചാരിച്ചത് ഇവർക്ക് വയറിളക്കായിരിക്കുന്ന തിന്നത് കൂടിയിട്ട്. അങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആധാരം ഈ ഒരു വാക്കാണ്. അപ്പോൾ ചോദിക്കാൻ അവർ കേക്കെങ്കിലും കഴിച്ചുകൂടെ? ഇയാള് വയറ്റിളക്കം ഉണ്ടാവുന്ന ദിവസം കേക്കാ കഴിക്കുക. അപ്പൊ ഇവർ തിന്നത് കൂടിയിട്ട് വയറിളക്കമായതുകൊണ്ട് തൽക്കാലം ഇന്ന് തിന്നാത്തതാണെന്നാണ് ലൂയിസ് 14 ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. പുണ്യനബി പറഞ്ഞിട്ട് മനുഷ്യൻ അവൻ അറിവില്ലാത്തതിന്റെ ശത്രുവാണ്, അവനത് അറിയില്ല, അതിന്റെ ശത്രു. അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. എല്ലാവരും നല്ല, എനിക്കപ്പോ എല്ലായിടത്തും, എനിക്കും ബഹുമാനപ്പെട്ട MGS സാറ്, ബഹുമാനപ്പെട്ട രാജശേഖരൻ സാറ്, ഇവർക്കൊക്കെ എല്ലായിടത്തും അംഗീകാരം ഉണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ലോകത്തിപ്പോൾ എല്ലാവർക്കും അംഗീകാരമാണ്. നമുക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കാൻ എല്ലാവർക്കും നല്ല ഭക്ഷണമാണ്. നമുക്ക് നല്ല ശമ്പളം കിട്ടുമ്പോഴും ശമ്പളത്തിന് ശേഷമുള്ള പിന്നെ ബാക്കിയുള്ള കിംബളങ്ങൾ കിട്ടുമ്പോഴും നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പൊ അടിപൊളിയുള്ള ലൈഫാണ് എല്ലാവർക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ അടുത്ത് ഒരു കവലയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്ത്രീ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അതിന് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ. പക്ഷെ ഡോക്ടർക്ക് കൊടുക്കേണ്ട ഫീസും വിചാരിച്ചതിനേക്കാൾക്കൊരു ഫീസ് കൊടുക്കേണ്ടി വന്നു. പിന്നെ യാത്ര ചെലവൊക്കെ ആയിട്ട് പനി പിടിച്ച് പോയതാ ഒരു സ്ത്രീ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടായില്ല. അങ്ങനെ ഷീട്ട് എഴുതി വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ കിടന്നുറങ്ങി. ഇവിടെ അടുത്ത ഒരു സ്ഥലത്ത്, ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ അതിന്റെ ആളുകൾക്കൊരു വിഷമം തോന്നുമെന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഉണ്ടായ സംഭവമാണ്. ഭയങ്കരം, ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ആ സ്ത്രീ വന്ന് കിടന്നു. പനി മരുന്നൊന്നും കഴിച്ചില്ല. ഡോക്ടറെ പോയി കണ്ടു, ചീട്ട് എഴുതി. പിന്നെ ഒന്നും ബാക്കി പൈസ ഉണ്ടായില്ല അതിന്റെ കയ്യിൽ. അങ്ങനെ അത് പിന്നെ ഉറങ്ങി. 2 ദിവസം കഴിയുമ്പോൾ ടൈഫോയിഡ് മൂത്തു, സ്ത്രീ മരിച്ചു. ഇവിടെ അടുത്തൊരു നാട്ടിൽ മരിച്ചപ്പോൾ എല്ലാവരും വന്നു, നമ്മൾ അറിഞ്ഞില്ലല്ലോ. പിന്നെ അടിയന്തരമായി, പിന്നെ കാര്യമായി അടിയന്തരത്തിന് എല്ലാവരും വലിയ ചെലവ് നൽകി. എല്ലാവരും അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചു. ആ പ്രാർത്ഥനയൊന്നും പടച്ചോന്റെ ലിസ്റ്റിലെത്താൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും എത്താൻ കഴിയില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട്? ഈ അടിയന്തരത്തിന് ചെലവാക്കുന്നതിന്റെ 10ൽ 1 പൈസ ഉണ്ടെങ്കിൽ എന്റെ ജീവൻ രക്ഷപ്പെടുത്തായിരുന്നു. നമ്മളെ തൊട്ട അയൽക്കാരനെ കുറിച്ച് നമുക്കൊരു ധാരണ ഇല്ല. നമ്മുടെ പരിസരത്തെ ആളുകളെ കുറിച്ച് നമ്മൾ ധരിക്കുന്നില്ല. എല്ലാം നമ്മൾ മാറി. നമ്മൾ പഴയ കാലത്തെ പോലെയല്ല.
ഇന്ന് നമ്മളെ പൂർണ്ണമായി ഇക്കിളിപ്പെടുത്തുന്ന രീതികളിലേക്ക് സാഹിത്യം തന്നെ തരം മറിഞ്ഞു. എല്ലാവരും മറിഞ്ഞുപോയി. അതുകൊണ്ട് തൊട്ടടുത്ത വാതിൽക്കൽ വന്ന ഒരു ഭിക്ഷക്കാരന് പണം കൊടുക്കാൻ എണീറ്റ്, വീട്ടിൽ പണമുണ്ട് കൊടുക്കുകയും ചെയ്യാം, പക്ഷെ എണീറ്റ് ഒരു 10 റുപ്യ കൊടുക്കാനുള്ള തിരക്ക് കഴിയാതിരിക്കുന്ന എന്താണെന്നറിയോ? കാര്യമായി എന്തോ കരളലിയിപ്പിക്കുന്ന ഒരു സീരിയൽ കാണുക. പക്ഷെ ആ സീരിയൽ യാഥാർത്ഥ്യമാവുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സീരിയൽ കണ്ട് കരയുകയാണ്. കരയാനായിട്ട് ഗ്ലിസറിനൊന്നും വേണ്ട സീരിയൽ കാണുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. കരയൽ തന്നെ, കരയാൻ വേണ്ടി മാത്രം സീരിയലുകൾ. പക്ഷെ ആ കരയലുകൾ പിന്നെ യാഥാർത്ഥ്യത്തിൽ വരണില്ല. തൊട്ടടുത്ത അയൽക്കാരനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മളെ തൊട്ടടുത്ത ആളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു ചെറിയ കുട്ടിക്ക് പോലും ആ ഒരു കുട്ടിയോട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്നേഹ വായ്പ. ഈ ലോകത്ത് സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് പറയുന്നത്. അത് അതിനേക്കാളോ വലിയ അർത്ഥത്തിൽ പ്രധാനമാണ്. എല്ലാം സ്നേഹത്തിൽ കെട്ടിപ്പൊക്കിയതാണ്. സ്നേഹം അല്ലെങ്കിൽ ഒന്നുമില്ല. ഒന്നും 1000 കൊല്ലത്തെ നമസ്കാരത്തെക്കാൾ വലുതാണ് സ്നേഹം. ഞാൻ അങ്ങനെയാ പഠിച്ചത്. 1000 കൊല്ലം നമസ്കരിക്കുന്നേക്കാൾ പ്രധാനം സ്നേഹം. സ്നേഹം തന്നെ, യാതൊരു സംശയവുമില്ല. യാതൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. അതൊക്കെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നത് വളരെ നല്ലതാണ്, നല്ല പ്രവർത്തനമാണ് ഹജ്ജൊക്കെ. പക്ഷെ തൊട്ടടുത്ത വീട്ടിൽ പ്രയാസങ്ങളുള്ള മനുഷ്യന്റെ പ്രയാസം പോലും നമുക്ക് കാണാൻ കഴിയാതെ നമ്മളിങ്ങനെ ഹജ്ജിന് പോകുന്ന ഏത് ഹജ്ജാണ് പടച്ചോൻ സ്വീകരിക്കാൻ പോകുന്നത്? റമളാനായാൽ ഉംറക്ക് പോകും. അങ്ങനത്തെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ വളർന്നിട്ടുണ്ട്. ധനാട്യന്മാരായ ആളുകൾ മുഴുവൻ മക്കയിൽ പോയി കൂടും നോമ്പിനാണ്. ഈ പാവപ്പെട്ട മനുഷ്യന്മാർ എന്തെങ്കിലുമൊക്കെ ധനാട്യൻ തരും, അപ്പൊ എന്റെ കടം തീർക്കാന്ന് വിചാരിക്കുക. അതിന് ധനാട്യനെ കിട്ടുകയില്ല. പെരുന്നാൾ കഴിഞ്ഞ് ഇയാളെ കാണാൻ ചെന്നാൽ പറയാവോ റമളാനിലല്ലേ വരേണ്ടിയിരുന്നത് എന്നാ പറയാ. റമളാനിൽ ഇയാളെ വീട്ടിൽ ചെന്നാല് ഇയാളെ ഭാര്യ പറയും അതിന് നേരത്തെ തന്നെ പോയിട്ടുണ്ടല്ലോ, എന്റെ കയ്യിൽ കാര്യമായി ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിച്ചത് തീർന്നു എന്ന് പറയും. ചുരുക്കത്തിൽ സാധുക്കൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയും സാധുക്കൾ എന്ത് ചെയ്യും? റമളാനിൽ കൊടുക്കുക എന്നൊരു സമ്പ്രദായം അടുത്ത കാലത്തുണ്ടായ ഒരു രീതിയാണ്. അത് ഇസ്ലാമികമായ ഒരു അടിസ്ഥാനം അതിനില്ല. ഇസ്ലാമികത്തെ സക്കാത്തിന് കാലമില്ല. നിക്ഷേപത്തിന്റെ വർഷം കഴിയുമ്പോൾ സക്കാത്ത. അത് എന്റെ നിക്ഷേപം ഒരു ദിവസം ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും MJ സാറിന്റെ നിക്ഷേപം ആരംഭിക്കുക. തൊട്ടടുത്ത ദിവസമായിരിക്കും രാജശേഖരൻ സാറിന്റെ നിക്ഷേപം ആരംഭിക്കുക. അപ്പോൾ സൊസൈറ്റിയിൽ വിവിധങ്ങളായ ആളുകൾ നിക്ഷേപം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് എന്നും കിട്ടാനുണ്ടാവും. അതെന്നും കിട്ടുന്നൊരു തലമാണ്. അതുകൊണ്ടായിട്ട് റമളാനിൽ കൊണ്ടായിട്ട് 25 ഒരുക്കുന്ന ഒരു സമ്പ്രദായം അടുത്ത കാലത്ത് വന്നത്. അത് നമ്മുടെ നാട്ടിൽ മനസ്സ് എന്നത് സ്നേഹസ്പർശമില്ലാത്ത കുറച്ച് ധനാട്യന്മാർ കൂടിയിട്ട് ചെയ്ത ഒരു അനാചാരാണത്. അത് തെറ്റാണ്, അതൊരു രീതിയല്ല. അത് ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു രീതിയേ അല്ല. ഇസ്ലാം അങ്ങനത്തെ രീതി അംഗീകരിക്കുന്നില്ല. അന്ന് കൊടുക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ അതിനനുസരിച്ച് അതാത് സമയങ്ങളിലാണ് ഇത് പറഞ്ഞുകൊണ്ടുവരണ ഇത് കാര്യം. ഒരാളുടെ നിക്ഷേപത്തിന്റെ കച്ചവടത്തിന് 2.5% സാധുക്കൾക്കുള്ളതാണ്. വർഷം തികയുമ്പോൾ 2.5%. ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ധനാഢ്യന്മാർ ഈ പൈസ ചെലവഴിക്കാൻ തയ്യാറായാല് സർക്കാരിന്റെ ഖജനാവൊന്നും തുറക്കേണ്ടി വരില്ല. 2.5% കൊടുക്കൽ നിർബന്ധമാണ്. അതിനേക്കാൾ വലിയ പ്രശ്നം എന്താണെങ്കിൽ നമസ്കരിക്കണമെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നാണ്. സക്കാത്ത് ഇല്ലാത്ത നമസ്കാരം സ്വീകരിക്കില്ല. നമസ്കാരത്തെ കുറിച്ച് വാദോരത നമ്മൾ പറയും, അത് നമ്മൾ ചെയ്യും. നമ്മൾ ധനാട്യന്മാരൊക്കെ പള്ളിയിൽ പോയി കൂടും. പക്ഷെ ഇത് നമ്മൾ ഗൗരവമായി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സക്കാത്ത്. സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുക്കാതെ അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. അത്ര വലിയ കാര്യം. കാരണം എന്താണെങ്കിൽ നമ്മളൊക്കെ ഒരു പ്രത്യക്ഷ വ്യാജ കാപട്യം ചേർന്ന ഒരു തരം മതത്തെ ആണ് ഇന്ന് നമ്മൾ മതമായി കാണുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു രീതി. നമ്മളാണ് സത്യത്തിൽ അതിൻ്റെയൊക്കെ ആളുകൾ, പുതിയ മതത്തിന്റെ പ്രവാചകന്മാർ. മനുഷ്യൻ ഇപ്പോൾ ഒരു പുതിയ ദൈവത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതവന്റെ ദേഹേച്ഛയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവന്റെ ഇച്ഛ അവന്റെ ഗോഡാവുക. അവൻ പറയുന്നതിനെ അവൻ സ്വീകരിക്കുക. നിയമങ്ങളില്ല. അപ്പൊ ഇതൊക്കെ ലോകത്ത് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്നേഹമില്ല എല്ലാ വീടുകളിലും. നമ്മൾ പുറത്തൊക്കെ പറയാം എല്ലാവരും സന്തോഷമാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ഒരു വിഷയം ഒളിച്ചോട്ടാണ്. അതെന്താണെങ്കിലും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഒളിച്ചോട്ടങ്ങൾ അധികരിക്കണം. പെൺകുട്ടികൾ വീടുകളിൽ നിന്ന് ഒളിച്ചോട്ടുന്ന സമ്പ്രദായങ്ങളൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനൊക്കെ അടിസ്ഥാന കാരണം?
നമ്മൾ പറയും അതിന് കാരണം മതബോധമില്ലായ്മയാണ്. അതൊന്നുമല്ല. മതബോധം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ പഴയതിനേക്കാൾ മതം പറയാൻ തുടങ്ങിയിട്ടില്ലേ? പഴയതിനേക്കാൾ ഇന്ന് പഠനം നടക്കുന്നില്ലേ? എല്ലാമില്ലേ? പക്ഷേ വീടുകളിലൊക്കെ പെൺകുട്ടികൾ ഒളിച്ചോടുക, ഭർത്താക്കന്മാര് ഗൾഫിൽ നിന്ന് വരുന്നു എന്ന് കാണുന്ന ആ ദിവസം ഭാര്യ ഒളിച്ചോടുക. പറയാ എന്താ കാരണം? കാരണം ഇതാണ്, സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ല എന്നതാണ്. നമ്മുടെ സാമൂഹിക രീതിയെ മൊത്തം തകർത്തത് ഗൾഫാണ്. അങ്ങനെയാണ്. ഗൾഫിൽ ആദ്യമായി പോയ ആളെ കിട്ടിയാൽ അയാളെ 2 കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ നശിപ്പിച്ചത് ഗൾഫാണ്. ഗൾഫ് പോലെ നമ്മുടെ നാടിനെ നശിപ്പിച്ച ഒരു കാര്യമില്ല. ഭയങ്കര കുറ്റകരമായി പോയി. അല്ലെങ്കിൽ അതെത്ര വലിയ കുറ്റാണ്. ഒരു ജനതക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ മറ്റൊരു നാട്ടിൽ പോവേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണത്. അത് എന്താണ് ഇതിന്റെ അർത്ഥം തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിങ്ങനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിനെന്താ അർത്ഥമുള്ളത്? ഒരിക്കലും നല്ലതല്ല. ഗൾഫ് എന്നത് നിർത്തിയാലേ നമ്മൾ നടന്നു. അത് ഒരാൾ മാത്രം നിർത്തിയാലും പോരാ, ഒരു ജനത ഒന്നിച്ച് നിർത്തും. അതാണ് എല്ലാത്തിൻ്റെയും കാര്യം. അങ്ങനെയാണ്. വളരെ സത്യമാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടിയോട് അച്ഛന് ബാപ്പ സ്നേഹം പറയണം. നല്ല വസ്ത്രം ധരിച്ചിറങ്ങി വരുമ്പോ നന്നായിട്ടുണ്ട്, സുന്ദരിയാണ്, വളരെ ഉഷാറായിട്ടുണ്ട്, ശ്രദ്ധിക്കണേന്ന് പറയും. എൻ്റെ മോള് നല്ല ഉഷാറാണല്ലോ, നല്ല പെണ്ണാണല്ലോ, ഉഷാറായിട്ടുണ്ട്, നല്ല കുട്ടിയായിട്ടുണ്ട്, നല്ല ചുറുക്കുണ്ട്, നല്ല സൗന്ദര്യമുണ്ട് എന്ന് പറയും. ശ്രദ്ധിക്കണേ മോളെ എന്ന് പറയണം. 2 കാര്യം ഉണ്ടായി. 1 ഓർമ്മപ്പെടുത്തൽ, 2 അംഗീകാരം. അംഗീകാരവുമുണ്ട്, ഓർമ്മപ്പെടുത്തലുമുണ്ട്. അത് ബാപ്പ ചെയ്യണം അല്ലെങ്കിൽ ഉമ്മ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ബാപ്പയും ഉമ്മയും ചെയ്യൂല, പിന്നെ അത് ചെയ്യാൻ കണ്ടക്ടറായിരിക്കും. ഇന്ന് അടിച്ചു പൊളിച്ചാണല്ലോ, നല്ല അവസ്ഥയായി. ഇതൊരു അംഗീകാരം. ഇത് അംഗീകാരത്തിന് കുറിക്കാത്ത ഒരാളാരാ? ഇവിടെ വന്ന പ്രധാനപ്പെട്ട 2 നമ്മുടെ സൊസൈറ്റിയിലുള്ള 2 പണ്ഡിതന്മാരായ ആളുകളാണ്. എന്തിനാണ് ഞാനൊരു നന്ദി പറഞ്ഞത്? അതിന് പിന്നെ ഒരു ആശയമുണ്ട്. അതൊരു അംഗീകാരം. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് ഒരു അംഗീകാരം. ഇവിടെ കമാൽ വലദൂര് പറഞ്ഞല്ലോ, എത്ര പത്രങ്ങൾ ഇത് മുഖവിലൊക്കെ എടുത്തു. അതൊരു അംഗീകാരമാണ്. ഒരു അംഗീകാരത്തെ ഒരാൾ ആഗ്രഹിക്കും. അത് അംഗീകാരം അയാൾക്ക് ഭയങ്കര വളർച്ച നൽകും. അംഗീകാരം കൊടുക്കുന്ന ആളോട് വലിയ സ്നേഹമുണ്ട്. ഇന്ന് അംഗീകാരം കൊടുക്കാൻ ബാപ്പ വീട്ടിലില്ല. ഉമ്മക്ക് അംഗീകാരം കിട്ടുന്നില്ല, പിന്നെയുണ്ടോ ഉമ്മ കൊടുക്കുന്നു? അല്ല, ഉമ്മക്ക് അംഗീകാരം കൊടുക്കേണ്ട ആള് ബാപ്പയാ. കുളിച്ച് ഈറനണിഞ്ഞ് ഇങ്ങനെ വരുന്ന ആ മുറിയിൽ വന്ന പെണ്ണിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ആ കാണാൻ വന്ന കോലത്തിൽ തന്നെയാണെന്നാണ് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പറ്റ നാശായാണ് ആ കോലത്തിൽ തന്നെ ഇപ്പോഴും കുളിച്ചു വരുന്ന നേരത്തെ തിരക്കടില്ല എന്ന് പറയാ, തിരക്കടില്ലല്ലോ എന്ന് പറയാ, എന്നാൽ ഉഷാറന്നെ എന്ന് പറയാം. ഇത് അംഗീകാരം. ഇത് ഭയങ്കര അംഗീകാരം. ഇത് അംഗീകാരമാണ്. ഇത് വേണം. ഇത് മനുഷ്യനെ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകം. ഇത് പറയുന്നതിന് പകരം നേരെ ഏതോ പിന്നെ ആണ്ടിപ്പട്ടിയിൽ നിന്ന് മരപ്പണിക്കോ അല്ലെങ്കിൽ വിറക് കീറാൻ വേണ്ടി വരുന്ന സെന്തിലോ ശിവനോ ഇത് പറയേണ്ട ഒരു ഘട്ടം വന്നാലോ എന്താവും? എത്ര ആളുകൾ ഭർത്താവ് നാട്ടിൽ വരുന്ന ദിവസം പ്രകാശന്റെ കൂടെ ഒളിച്ചോടി. എത്രയോ സംഭവങ്ങൾ. പ്രകാശൻ കേരളക്കാരന് പോലും അല്ല, തമിഴ്നാട്ടുകാരനാണ്. ഇവിടുത്താരൊന്നും അറിയില്ല, ഇവിടുത്തുകാരനാണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു സൊസൈറ്റി. ഊനമ്മാവാൻ ഊരെന്നറിയാം മേനോനെന്നെ പേരറിയൂ. അക്കിത്തമാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഏതോ ഒരാൾ വീട്ടിൽ വന്ന് കൂടിയിട്ട് മോളെയും അടിച്ചു പോയ സംഭവം പറയുന്നുണ്ട്. അക്കിത്തത്തിന്റെ കവിത ഞാൻ എന്നോ പണ്ട് പഠിച്ചതാ. ഊനമ്മാവാൻ ഊരെന്നറിയാം മേനോനെന്നെ പേരറിയൂ. അതായത് ഏതോ ഊനമ്മാവുകാരനാണ് വീട്ടിൽ വന്നത്. അപ്പൊ പിന്നെ അച്ഛനായിട്ടൊക്കെ വലിയ സഹകരണത്തിലായി. അങ്ങനെ പിന്നെ വീട്ടിൽ പൊറുക്കലായി. പേര് മേനോനെ എന്ന് വിളിക്കുകയും ചെയ്യും. ഏതാണ് ഈ ഊനമ്മാവ്, അത് ഏത് നാട്ടിലാന്ന് പോലും അച്ഛൻ അന്വേഷിച്ചിട്ടില്ല. അവസാനം എന്തായെന്നറിയോ? പിന്നെ പെൺകുട്ടിക്ക് ഛർദി വന്നപ്പോഴാണ്. ഇതാണ് അക്കിത്തത്തിന്റെ കവിത. ഛർദിയൊക്കെ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇല്ല, പറയുന്നുണ്ട്. അവസാനം പിന്നെ എന്താ? അപ്പൊ മേനോനെ കാണാനില്ലാതെ. അപ്പൊ അതാ പറയുന്ന കവിത. ഊനമ്മാവാണ് ഊരെന്നറിയാം മേനോനെന്നെ പേരറിയോ. എന്തുകൊണ്ട്? അച്ഛൻ കൊടുക്കാത്ത സ്നേഹം മേനോൻ കൊടുത്തു. മേനോനെ കൊടുത്തേരെന്ന അച്ഛനും അറിയില്ല, മോൾക്കും അറിയില്ല. ഈ ഒരു രീതി ഇന്ന് നമ്മളെ നാട്ടിൽ വളർന്നു. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല.
നമ്മൾക്കൊക്കെ കൊടുക്കാൻ കഴിയാത്ത എന്തുകൊണ്ട് നമ്മൾക്ക് ഇനി അടുത്ത തലമുറക്ക് വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട്? ഉദാഹരണം പറയാം, എനിക്ക് എൻ്റെ ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഭയങ്കര ഒരു ധാരണ ഉണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും. അതെന്താണെന്നറിയോ? വൈകുന്നേരം വീട്ടിൽ വരുന്ന ബാപ്പ ഭയങ്കര ക്ലേശിച്ച് വരിക. ഇത് 2 കൊല്ലം ഈ ക്ലേശിച്ച് വരുന്നത് കുട്ടി കാണുന്നില്ല. ഈ ക്ലേശം കാണലാണ് സത്യത്തിൽ സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ അടിത്തറ. ഇത് ബാപ്പ വളരെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഒരു 2 പെട്ടിയും കൊണ്ട് ഇങ്ങനെ കയറി വരികയാണ്. ഭയങ്കര വലിയ ലക്ഷറി കാറിൽ എന്താ പറയാ, കരിപ്പൂർ ഇറങ്ങി ഭയങ്കര കണ്ടവർക്ക് മുഴുവനും ഷേക്കാൻഡ്, കണ്ടവർക്ക് മുഴുവൻ മിഠായി, കണ്ടവർക്ക് മുഴുവനും കണ്ടത് മുഴുവനും എല്ലാം ഇങ്ങനെ ലാവിഷായി കൊടുക്കുന്ന ഒരു ബാപ്പയെ കാണുമ്പോൾ എന്തോ ബാപ്പ അറേബ്യയിലെ ഷെയ്ഖാണ് എന്ന് കുട്ടി ധരിച്ചു പോകും. എന്താ ഉള്ളത്? പിന്നെ കുട്ടിക്ക് സ്വത്വത്തെ കുറിച്ച് തോന്നും. ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് ബാപ്പ അവിടെ കഴിഞ്ഞു കൂടിയിട്ടും ഞാൻ കുറച്ച് ബുദ്ധിമുട്ടൊന്നുമല്ല, ബാപ്പാക്ക് ഒരു ചിന്തയില്ലല്ലോ. അപ്പൊ എന്ത് നമ്മൾ ചിന്തിക്കണം. എന്റെ കുട്ടിക്കാലത്ത് മഷി വാങ്ങാൻ പേനയിൽ മഷി വാങ്ങാൻ 3 പൈസ മതി. 3 പൈസ 2 പൈസ 2 പൈസ 3 പൈസ 3 പൈസ മതി പേനയിൽ മഷി നിറക്കാൻ. പക്ഷെ സ്കൂളിൽ പോയാൽ പേന ഇല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയും, എഴുതാനും കഴിയില്ല. പക്ഷെ ബാപ്പയോട് അത് ചോദിക്കാൻ മടിയോ? എന്തുകൊണ്ട്? ബാപ്പയുടെ കഷ്ടപ്പാട് നേരിട്ട് കാണുക. എന്തേ നിങ്ങൾ പറയേ? ഇനി പുതിയ തലമുറയിൽ ആർക്കുണ്ടാവുക ആ ബാപ്പയെ? നമുക്ക് ഞാൻ എവിടെയും ബാപ്പാന്ന് പറഞ്ഞു, ഇവിടെയൊക്കെ നമ്മളുടെ ബാപ്പാക്കും ഉമ്മാക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ പ്രാർത്ഥനയിൽ. എന്റെ ബാപ്പ ചിത്രത്തിൽ വരാത്ത ദിവസം ഉണ്ടാവാറില്ല. ചില ഒരു ഉമ്മാക്ക് സുഖമില്ലാത്തൊരു സമയത്ത് ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി തന്ന ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഭയങ്കരമായി പോയി. എപ്പോഴും എൻ്റെ മനസ്സിൽ, അതൊക്കെ ഒരു 25 കൊല്ലം മുമ്പാണ്. ഉമ്മ വിഷമിച്ച് പറ്റ സുഖമില്ലാതെ ഗർഭമുള്ള സമയത്ത് ഉമ്മ ഒരു ദിവസം കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ട് ഒരു അനുഭവം ഉണ്ട്. പിന്നെ അന്ന് ഞാൻ സ്വയം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു. പിന്നെ ഉമ്മാക്ക് ഞാൻ തന്നെ കുക്കായി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാലം. ഒരു ചിന്തയാണ് മനസ്സിൽ കരഞ്ഞുപോയി. ഉമ്മ നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഭക്ഷണം, ഉമ്മക്ക് ഗർഭമാണ്, ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര, അത് വല്ലാത്തൊരു ചിന്തയാണ്. ഉമ്മ എന്ന് പറയുമ്പോഴത്തേന് എപ്പോഴും ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഈ ഒരു ആയുസിനിടയിൽ ഉമ്മ എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് എപ്പോഴും ഈ ചിന്ത മുഴുവൻ എന്നും ഈ അടുത്ത ദിവസം വരെ വന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് അള്ളാഹുവെ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ നീ കരുണ ചെയ്യണേ എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ ഓടി ഇങ്ങോട്ട് ഒരു ഉമ്മാൻ്റെ ആ ചിത്രം, ഒരു വല്ലാത്ത ചിത്രമാണ്. ഭയങ്കര ചിന്തിക്കാൻ കഴിയില്ല. വല്യപ്പ നമ്മളെ കൊണ്ട് നടന്നു പോയിരുന്ന ആ ഒരു ചിത്രമൊക്കെ അതൊക്കെ ഭയങ്കര, ഇതാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനം. അതില്ല, അത് നശിപ്പിച്ചു കളഞ്ഞു, അത് മടങ്ങിക്കൊണ്ടത്. ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, കുറച്ച് ആളുകൾ ഇവിടെ ഈ അനുഭവം ഉള്ളവർ ബാക്കിയുണ്ട്. ഇനിയുള്ള തലമുറക്ക് എന്തുണ്ടാകും? ആഫ്റ്റർ 10 years എന്ത് ചെയ്യും? പുതിയ ജനത എന്ത് ചെയ്യും? അനുഭവങ്ങളില്ല, സ്നേഹമില്ല, ത്യാഗമില്ല. അവർക്കാകെ ബാധ്യതയുള്ളത് ഒരു ത്യാഗി എന്ന് പറഞ്ഞാൽ അവർ കരയലും വേദനയും കാണുന്നത് അർജന്റീന തോറ്റപ്പോൾ മറഡോണ പൊട്ടിക്കളയുന്നതാണ് അവർ കണ്ടത്. അപ്പൊ അവൻ മനസ്സിലെ മൂർത്തി മറഡോണയാണ്. മറഡോണ തന്നെ ഇത് ആക്ട് ചെയ്തതായിരിക്കും. മിക്കവാറും എതിർ ടീമിന്റെ കയ്യിൽ നിന്ന് വലിയ കോഴ വാങ്ങിയിട്ടുണ്ടോ ഇയാളെ? ലോക കള്ളനാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ജയിച്ചാൽ കിട്ടുന്നതിനേക്കാൾ സംഖ്യ തോറ്റാലാണ് ചിലപ്പോൾ ചില ടീമുകൾക്ക് കിട്ടുക. ഇവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ കോടിക്കണക്കിന് ഫ്ലക്സ് ബോർഡ് ഉണ്ടാക്കി. ദക്ഷിണാഫ്രിക്കയിൽ പോലും 60% ആളുകൾ ഈ പന്തുകളിൽ നടക്കുന്ന പേരും അറിഞ്ഞിട്ടേ ഇല്ല. അതല്ലേ കാര്യം? എന്താ പറ്റിപ്പോയത്? നമ്മളിപ്പോ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ ഒരു തരം സ്വപ്നജീവികളാണ്. നമുക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആർക്കും കൊടുക്കാൻ നമ്മൾ കൊടുക്കേണ്ട ഒരു സ്നേഹം ഉണ്ട്, അത് ആർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ആർക്കും ബാധ്യതയില്ല. വൈകുന്നേരം കഷ്ടപ്പെട്ട് ഭർത്താവ് ഇങ്ങനെ കയറി വരുന്നു എല്ലാ ദിവസവും, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും. ഇത് കാണുന്ന ഒരു പെണ്ണിന് മറ്റൊന്ന് ചിന്തിക്കാൻ കഴിയില്ല. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്ന ദിവസം ഓടിപ്പോയ എത്ര വാർത്തകൾ നമ്മുടെ നാട്ടിൽ വന്നു. അതിന് കാരണം ഇതാ, സ്നേഹത്തിന്റെ അടിസ്ഥാനം ത്യാഗങ്ങൾ നേരിട്ട് കാണല നമുക്ക് കാണുന്നില്ല. നമ്മുടെ സാമൂഹിക സ്ഥിതിയെ മാറ്റിമറിച്ചത് ഗൾഫാണ്. ഗൾഫിന്റെ ഇന്നത്തെ വളർച്ചക്കെതിരെ പണ്ഡിതന്മാർ രംഗത്തിറങ്ങൽ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അടുത്ത സൊസൈറ്റി തകർന്നു പോകും. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും സുഖമാണ്. എന്തുകൊണ്ട്? ഗൾഫൊക്കെ വന്നാൽ കുറച്ചും കൂടെ പൈസ ഉണ്ടാകും, കൂടുതൽ പള്ളി ഉണ്ടാക്കുക. അല്ലെങ്കിൽ എന്തിനാണ് ഈ പള്ളിയൊക്കെ ഉണ്ടാകുന്നത്? ഇത്രയേറെ പള്ളി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പള്ളികൾ അധികരിക്കുക എന്നത് അന്ത്യനാളിന്റെ ലക്ഷണമായി പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളികൾ അധികരിക്കുന്നത് അന്ത്യനാളിന്റെ ലക്ഷണം. പള്ളികൾ അധികരിക്കുന്ന അത്ര നല്ല കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി. ആവശ്യത്തിന് പള്ളി വേണം, അത്രയേ ഉള്ളൂ. ആവശ്യത്തിന് പള്ളി വേണം, അത്രയേ ഉള്ളൂ. നാടാകെ പള്ളി
നാടക യത്തീംഖാന. യത്തീംഖാന നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തന്നെ കുറെ ആളുകളെ തലപെട്ടൽ ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം എല്ലാ യത്തീംഖാനകളുടെയും പ്രശ്നം കുട്ടികളില്ല എന്നതാണ്. കുട്ടികളെ കിട്ടുന്നില്ല, എന്താ ചെയ്യാന്ന് എന്നോട് ചില യത്തീംഖാന കമ്മിറ്റികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് മെല്ലെ സ്വകാര്യം പറഞ്ഞു കൊടുക്കും, ഒരു ചെറിയ പരിപാടി ചെയ്താൽ മതി. യത്തീംഖാനകൾ സർക്കാർ അംഗീകരിക്കുന്ന യത്തീംഖാനകളാണെങ്കിൽ സർക്കാരിന് ഗ്രാന്റ് കിട്ടും. ഗ്രാന്റ് വലിയ സംഖ്യ ഉണ്ടാവും. ചിലപ്പോൾ ഒരു കുട്ടിക്ക് റാബിത്തേന്ന് പൈസ കിട്ടും, അവിടെ നിന്നൊക്കെ കിട്ടും. 5000-2000 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഒരാളെ കൊല്ലാൻ ആളെ കിട്ടുന്ന നാടാണ് ഇപ്പോൾ മലബാർ. ഒരു എത്തിയും കുട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10,000 കണക്കിന് ഗ്രാന്റ് കിട്ടും. എത്തിയും കുട്ടിയുടെ ഒരു കുട്ടിയുടെ ബാപ്പയെ കൊല്ലാൻ 2000 ഉറുപ്പിക 5000 ഉറുപ്പിക മതിയാവും. അതുകൊണ്ട് യത്തീംഖാനകൾക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ കൊലപാതകവുമായി രംഗത്ത് വരേണ്ടി വരും. എനിക്ക് തോന്നുന്ന ഒന്നും നിങ്ങൾ കൊല്ലാൻ വേണ്ടി പറയാനില്ല, അങ്ങനെയാണ്. എന്തുകൊണ്ട് കാണാം യത്തീംഖാനയിൽ നിന്ന് ഏകദേശമൊക്കെ സാമൂഹ്യ ദ്രോഹികളായിട്ടാണ് ജനങ്ങൾ പുറത്തു വരിക. അതിന് കാരണം എന്താണെന്ന് സ്നേഹമില്ലായ്മയാണ്. അതായത് ജനങ്ങൾ അവരെ രണ്ടാം കട പൗരന്മാരായി കാണുകയും അവിടെയുള്ള വാർഡന്മാരും മറ്റും അവരെ കാര്യമായി ഭേദ്യം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് എല്ലാവരോടും ഒരുതരം ദേഷ്യം വളർന്നു വരും ഈ കുട്ടികൾക്ക്. ആ കുട്ടികൾ പിന്നെ സമൂഹദ്രോഹികളായി മാറും. എത്രയോ ഇതൊക്കെ വളരെ വലിയ അടിസ്ഥാനപരമായ സത്യം. യത്തീംഖാനകളുടെ പോലും പ്രസക്തി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു. ഇന്ന് യത്തീംഖാനകൾ പോലും പ്രസക്തമല്ലാതായി തീരുകയാണ്. ഒരിക്കലും പ്രസക്തമല്ല യത്തീംഖാനകൾ. യത്തീംഖാനകൾ പ്രസക്തമല്ലാത്തൊരു കാലത്താണ്. യത്തീംഖാനകൾക്ക് പകരം ഇപ്പോൾ ചെയ്യേണ്ടത് ഓരോ കുട്ടിയും അതിന്റെ ഉമ്മയുടെ അടുത്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുക. ഒരു യത്തീമായ കുട്ടിക്ക് ഉമ്മയുടെ തന്നെ തെർബിയത്തിൽ ഉമ്മക്ക് ദീന് കൊടുത്ത് ഉമ്മയുടെ തെർബിയത്തിൽ 1000-1500 റുപ്യ മന്ദിരി ഉമ്മാക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ അതായിരിക്കും യത്തീംഖാനക്ക് പകരം ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയുന്നത് കേട്ട എല്ലാവർക്കും ദേഷ്യമൊക്കെ ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് നല്ല ടീം അംഗങ്ങൾ ഇവിടെ യത്തീംഖാന നടത്തുന്നവരാ, ഒക്കെ പ്രയാസം ഉണ്ടാവും. പക്ഷെ ഇതിന്റെ മർമ്മവും ബാക്കിയും നമ്മൾ മനസ്സിലാക്കണം. യത്തീംഖാന എന്ന വാക്കിനെ ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, യത്യങ്കിൽ കാണാം എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ യത്തീംഖാന എന്ന് പറഞ്ഞാൽ യത്യങ്കിൽ കാണാം എന്നാണ് ഇതിന്റെ അർത്ഥം. അതെന്താണ് അങ്ങനെയെന്ന് വെച്ചാൽ പറഞ്ഞു, അവിടെ നമ്മളൊരു കുട്ടിയെ കൊണ്ടാക്കിയാൽ ആ കുട്ടി തിരിച്ചു വന്നാൽ നമുക്ക് കാണാം. അവരെ അടിയും തൊഴിയൊക്കെ കിട്ടിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി മടക്കി കിട്ടിയാൽ നമുക്ക് കാണാം എന്നാണ് അതിന്റെ മാന. യത്തീം കാണാൻ എന്ന് പറഞ്ഞാൽ യത്യങ്കിൽ കാണാം എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നും നിങ്ങൾ വിചാരിക്കരുത് അതല്ലാത്തത് ഇല്ല നീ പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല. പക്ഷെ ലോകത്തിന്റെ ഗതിഗതികൾ ആതാത് കാലഘട്ടങ്ങളിൽ മാറും. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല. നമ്മൾ ഒരു മസാല പീടിക ഒരു ഏരിയയിൽ വിജയിച്ചാൽ പിന്നെ അവിടെ മസാല പീടികയുടെ കളിയായിരിക്കും. പിന്നെ എല്ലാ മസാലപ്പീടയും പൂട്ടുമ്പോൾ നമ്മളും പൂട്ടും. മസാലപ്പീടിയ വെച്ചെടുത്ത് ഒരു മസാലപ്പീടിയ വിജയിച്ചാൽ പിന്നെ എവിടെയും മസാലപ്പീടിയ, അവിടെ മസാലപ്പീടിയ തന്നെ എല്ലാവർക്കും പണി എന്താ ഈച്ചനാട്ടിരിക്കുക. ഒരു ജ്വല്ലറി ഒരു ഏരിയയിൽ വിജയിച്ചാൽ പിന്നെ അവിടെ പരിപാടി ജ്വല്ലറിയോട് ജ്വല്ലറി, കളിയോട് കളി തന്നെ. പിന്നെ എവിടെ നോക്കിയാലും ആ ഏരിയയിൽ ജ്വല്ലറിയും ഉണ്ടാവും. ജ്വല്ലറിക്ക് വരുന്ന ആളുകൾക്ക് ഒരു ജ്യൂസ് കട ഉണ്ടാവില്ല. എന്നാ ജ്യൂസ് കട വിജയിച്ചാലോ പിന്നെ ജ്യൂസോട് ജ്യൂസ്, തലേ കൂടി വെള്ളം ഒഴിച്ചാലും ബാക്കിയാവും ഇത്രയും ജ്യൂസ്. കാരണം എന്താണെന്നറിയോ, നമ്മളെ കയ്യിൽ പദ്ധതികളില്ല. ഒരാൾ ചെയ്യുന്നതിന് അനുകരിക്കൽ മാത്രമാണ്. ബുദ്ധി നഷ്ടപ്പെട്ടു പോയ സൊസൈറ്റിയാണ് ഇങ്ങനെയാവും. ബുദ്ധി നഷ്ടപ്പെടാനുള്ള കാരണം എന്നെ പോലത്തെ ഒരു ബുദ്ധി നഷ്ടപ്പെട്ടതാണ്. ജനങ്ങളെ നേരാൻ വണ്ണം തിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് കാരണം. വളരെ ഗൗരവമായ ഇതിന് ഈ വിഷയത്തിന്റെ പകുതി പോലും പറയാൻ കഴിയില്ല. ഇത് ഭയങ്കര സ്നേഹം എന്നത് അടിത്തറയാണ്. സ്നേഹം എന്നത് ഈമാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 1000 റക്അത്ത് നിസ്കാരത്തെക്കാൾ വലുതാണ് എന്ത്? സ്നേഹം. സ്നേഹം ഈമാനാണ്, നിസ്കാരം അമലാണ്. അമലും ഈമാനും ഞാൻ കൃത്യമായി കണക്ക് പറഞ്ഞുതരാം. കൃത്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا. എന്നിട്ടില്ല ഈ സൊസൈറ്റിയുടെ പ്രത്യേകത സ്നേഹമസൃണമായ പെരുമാറ്റങ്ങൾ പരസ്പരം കൊടുക്കുന്നവരാണ്. സ്നേഹം എന്നത് ഒരു വികാരമാണ്, അതിന്റെ പ്രകടനമാണ് കാരുണ്യം. ശ്രദ്ധിക്കുക. സ്നേഹം എന്നതൊരു വികാരം, അത് പുറത്തെടുക്കുമ്പോൾ അത് പല കോലത്തിനും വരും.
അതിന് ഏറ്റവും വലിയ ഭാഗത്തിൽ കാരുണ്യത്തിന്റെ ടച്ച് ഉണ്ടാവും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് സ്നേഹപ്രകടനമാണ്, സ്നേഹത്തിന്റെ പ്രകടനമാണ്. എപ്പോൾ ദേഷ്യം വന്നോ അപ്പോൾ നമ്മൾ എന്ത് നിർത്തും? ഒരാളോട് കാര്യമായി ദേഷ്യം വന്നാൽ ആദ്യം നിങ്ങൾ നിർത്തുക, നിങ്ങളെ കാര്യം പറയും. എന്താ ചെയ്യാ? സലാം പറഞ്ഞു നിർത്തും. ഞാൻ ഇന്ന് പള്ളിയിൽ കണ്ടു അസ്സലാമു അലൈക്കും, സലാം അടക്കില്ല. അതാണ് വലിയ പ്രശ്നം. അപ്പോൾ സ്നേഹത്തിന്റെ ഒരു പ്രകടനം എടുത്തുപോയി. അസ്സലാമു അലൈക്കും എന്നത് പോലും സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമാണ്. സ്വർഗത്തിൽ കടക്കാനുള്ള ഏറ്റവും വലിയ മാർഗം സലാം അധികരിപ്പിക്കലാണെന്ന് പുണ്യ നബി. സ്നേഹത്തെക്കാൾ വലുതൊന്നുമില്ല. നോക്കൂ, സ്നേഹപ്രകടനത്തിന് നോക്കൂ, ഈമാൻ എന്ന് പറയുന്ന വാക്കിനേക്കാൾ പോലും സ്നേഹപ്രകടനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പ്രകടനം സ്നേഹം സ്ഥാപിക്കുക, കാരണം അത് ഈമാന്റെ അടിത്തറയാണ് എന്നതുകൊണ്ട്. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സൂറത്തുൽ ഹശ്റിന്റെ 9-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഹശ്ർ ആയത്ത് നമ്പർ 9. ചില ആളുകൾ അവരുടെ വീടുകൾ ഒരുക്കി വെച്ചു, അന്യനാട്ടിൽ നിന്ന് വരുന്നവർക്ക് വീടുകൾ ഒരുക്കി വെച്ചു, ഈമാനിനെയും. സത്യത്തിൽ ഈമാൻ പറഞ്ഞിട്ടാണ് മറ്റൊരു കാര്യത്തെ പറയേണ്ടത്. ഇതാദ്യം സ്നേഹത്തോടെ ഒരുക്കി വെച്ച കാര്യവും പിന്നെ ഈമാനുമാണ്. വല്ലദീന തബ്ബവൽ ഈമാനാണ്. വീടിനെയും ഒരുക്കി വെച്ചു, ഈമാനിനെയും. ഈമാനിനെ ഒരുക്കി വെച്ചു, വീടിനെയും എന്നല്ല, വീടിനെ ഒരുക്കി വെച്ചു, ഈമാനിനെയും. ആരെ പറ്റിയാ പറഞ്ഞത്? അൻസാരിങ്ങൾ ഒരുക്കി വെച്ചു. ആർക്ക് വേണ്ടി? ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വന്ന മുഹാജിരിങ്ങളോടുള്ള സ്നേഹം കാരണം അവർ സ്വന്തം വീടിനെ ഒരുക്കി വെച്ച ആ വീടിനാണ് ഈമാനേക്കാൾ പ്രാധാന്യം പറഞ്ഞത്. ഈമാൻ നശ്വരമാണ്, ഈമാൻ അനശ്വരമാണ്, വീട് നശ്വരമാണ്. എന്നാൽ നശ്വരമായ വീടിനെ അനശ്വരമായ ഈമാനിനേക്കാൾ മുന്തിച്ചു പറഞ്ഞു, കാരണം അത് സ്നേഹപ്രകടനമാണ് എന്നതാണ് കാരണം. മനസ്സിലായില്ല, ചിന്തിക്കണം. സൂറത്തുൽ ഹശ്ർ ആയത്ത് നമ്പർ 9. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് അടുത്ത ആയത്ത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽഈമാൻ. ഇത് അവർക്ക് വേണ്ടി, അതായത് ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉദാഹരണങ്ങൾ കാണിച്ചവർക്ക് വേണ്ടി എന്നും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അടുത്തായത് സൂറത്തുൽ ഹശ്ർ 9-10 ആയത്തുകളാണ് ഈ പറഞ്ഞത്. സ്നേഹപ്രകടനത്തിന് ഈമാനേക്കാൾ എവിടെയും ഏത് അമലും ഈമാൻ പറഞ്ഞേ പറയൂ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വത്തീനി വസ്സൈതൂനി വതൂരി സിനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിൽ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഈമാൻ പറഞ്ഞിട്ട് അമൽ പറയൂ. എന്നാൽ ഈമാനേക്കാൾ മുമ്പ് ഒരു അമല് പറഞ്ഞു. ഇത് അമല, വീടൊരുക്കി വെച്ചുള്ള അമല. അമല് പറയാനല്ലേ, ശാഖാപരമല്ലേ. ഈമാനേക്കാൾ മുന്തിച്ച് പറയുന്നത് എങ്ങനെ? പക്ഷേ അത് ഈമാനേക്കാൾ മുന്തിച്ച് പറഞ്ഞു. ഒരു അമലിനെ ഈമാനേക്കാൾ പ്രോട്ടോകോൾ തെറ്റിച്ച ഒരൊറ്റ ആയത്ത് ഇതാണ്. പ്രോട്ടോകോൾ തെറ്റിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ഈമാൻ പറഞ്ഞിട്ടേ അമല് പറയാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ ഒരു ഈമാനേക്കാൾ ഒരു അമല് മുന്തിച്ച് പറഞ്ഞു. ഏത് അമൽ? വീട് ഒരുക്കി വെച്ചു എന്ന അമൽ. എവിടുന്നോ വരുന്ന ആളുകൾക്ക് വേണ്ടി സ്വന്തം വീട് ഒരുക്കി വെച്ചു, പാർക്കാൻ വേണ്ടിയിട്ട്. അത് സ്നേഹപ്രകടനമാണ്. സ്നേഹപ്രകടനം ഈമാനിന്റെ ഭാഗമായതുകൊണ്ടാണ് ഈമാനേക്കാൾ അത് മുന്തിച്ച് പറഞ്ഞത്. സ്നേഹമാണ്, അതാ കാരണം. അപ്പൊ സ്നേഹത്തിന്റെ വില എത്ര ഉണ്ടാവും ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചിന്തിക്കണം. സ്നേഹം തന്നെ ദീന്, സ്നേഹമാണ് ദീന്. ഈമാൻ കുലങ്ങി ഞാൻ കൃത്യമായി ഈമാൻ മൽ ഈമാൻ മൽ ഈമാൻ എന്താണ് ഈമാൻ എന്നൊരാൾ ചോദിച്ചാൽ എന്താ മറുപടി അറിയാം? അൽ ഈമാനു അൽ ഹുബ്ബു. ഈമാൻ എന്നാൽ സ്നേഹമാണ്, കൃത്യം. ഈമാൻ സ്നേഹമാണ്, കൃത്യമാണ്, കൃത്യം. ഈമാൻ എന്നാൽ സ്നേഹം. ആരെ? സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കലാണ് ഈമാൻ. അതാണ് ഈമാൻ. ഹുബ്ബുല്ലാഹി വറസൂലി, ഏറ്റവും വലിയ ബാധ്യത അള്ളാഹിനോട്, അള്ളാഹ് റസൂലിനോട്. അങ്ങനെ തന്നെ അവരോട് സ്നേഹമായി, എല്ലാത്തിനോടും സ്നേഹമായി. നമ്മൾ അതല്ല, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക. എല്ലാവരും അല്ല. ഐ ലവ് യു എന്ന് പറയുന്നത് അതല്ല, സ്നേഹിക്കേണ്ടവർ. അതാണ് ഈമാൻ. ഈമാൻ എന്നാൽ എന്ത്? ഈമാൻ എന്നാൽ സ്നേഹമാണ്. അത് തന്നെ.
അതുകൊണ്ടാണ് അൽ മർഉ മഅമൻ സല്ലാ, അൽ മർഉ മഅമൻ സാമ, അൽ മർഉ മഅമൻ സക്ക, അൽ മർഉ മഅമൻ ഹജ്ജ എന്ന് പറയാതെ അൽ മർഉ മഅമൻ അഹബ്ബ എന്ന് പറഞ്ഞത്. തിരിഞ്ഞില്ല. ഒരാൾ പരലോകത്ത് അവൻ നിസ്കരിച്ചവന്റെ കൂടെയാവും എന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ പരലോകത്ത് ദുനിയാവിൽ അവൻ നോമ്പോറ്റവന്റെ കൂടെയാവും എന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ പരലോകത്ത് അവൻ ഹജ്ജ് ചെയ്തവന്റെ കൂടെയാവും എന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ അവൻ സ്നേഹിച്ചവന്റെ കൂടെയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹമാണ് ഈമാൻ. ഈമാൻ എന്നാൽ സ്നേഹമാണ്. സ്നേഹമാണ് ഉറപ്പ്, അത്രയേ ഉള്ളൂ. ഈമാൻ എന്നാൽ സ്നേഹമാണ്. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من هاد الله ورسوله. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ സ്നേഹിക്കാൻ ഈമാനുള്ളവർക്ക് സാധ്യമല്ല. കാരണം ഈമാൻ എന്നാൽ സ്നേഹമാണ്. ഈമാൻ എന്നാൽ അള്ളാഹു റസൂലിന്റെ സ്നേഹമാണ്. അള്ളാഹിന്റെ റസൂലിന്റെയും ശത്രുക്കളെ സ്നേഹിക്കാൻ ഈമാനുള്ളവർക്ക് സാധ്യമല്ല എന്ന് സൂറത്തുൽ മുജാദല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്കണം. ഒരാളുടെ അംഗീകാരവും ഹബ്ബാണ്. ഒരാൾക്ക് ലോകത്ത് അംഗീകാരം കിട്ടുന്നത് അള്ളാഹു അയാൾക്ക് കൊടുക്കുന്ന ഹബ്ബാണ്. അള്ളാഹു നമുക്ക് തരട്ടെ. അത് നല്ല ഫോമിലേക്ക് വരും. ഞാൻ ഹദീത്ത് പറയാം. ആ ഹദീത്ത് നിങ്ങൾക്ക് സന്തോഷമാവും. ഭയങ്കര എനിക്ക് ഈ ഹദീത്ത് വളരെ സന്തോഷമായിട്ടുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ട് ബുഖാരി എന്നുള്ള ആ ഹദീത്ത് ഞാൻ അവതരിക്കാം. عن أبي هريرة قال قال النبي صلى الله عليه وسلم إن الله إذا أحب عبدا دعا جبريل. ഒരാളെ അള്ളാഹ്ക്ക് ഇഷ്ടമായാൽ ജിബ്രീലിനെ വിളിക്കും. فقال إني أحب فلانا فأحبه. എനിക്ക് ഞാൻ എന്റെ നാട്ടിൽ ഒരാളെ സ്നേഹമാണ്, അയാളെ നിങ്ങളും സ്നേഹിക്കണമെന്ന് ജിബ്രീലിനോട് പറയും അലൈഹിസ്സലാം. മനസ്സിലായില്ല? കോഴിക്കോട്ട്, മൂത്തേടത്ത്, കുറ്റിക്കാട്ടൂര്, ഫറോക്കില്, ഹക്കട വഹക്കട ഒരു നാട്ടിൽ ഒരാളുണ്ട്. അയാളോട് അള്ളാഹു തആലക്ക് സ്നേഹമായാൽ ഉടനെ ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് പറയും, ജിബ്രീലെ എനിക്കൊരാളോട് സ്നേഹമുണ്ട് ഇന്നാലിന സ്ഥലത്ത്, അതുകൊണ്ട് ഫഅഹിബ്ബഹു അയാളെ നിങ്ങളും സ്നേഹിക്കണം എന്ന് സയ്യിദുനാ ജിബ്രീലിനോട് അള്ളാഹു പറയും. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ അയാളെ ജിബ്രീലും സ്നേഹിക്കും അലൈഹിസ്സലാം. സുമ്മ യുനാദി ഫിസ്സമാ ഫയഖൂലു ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു. ഇന്നാലിന്ന നാട്ടിൽ ഒരാളുണ്ട്, അയാളെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാനും അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മലക്കുകളെ നിങ്ങളും അയാളെ ഇഷ്ടപ്പെട്ടേക്കൂ എന്ന് സയ്യിദുനാ ജിബ്രീൽ മലായിക്കത്തിന്റെ ലോകത്തേക്ക് ഇറങ്ങി പറയും. അപ്പോൾ ആകാശത്തുള്ളവർ മുഴുവനും അയാളെ സ്നേഹിക്കും. അങ്ങനെയാണ് അയാൾക്ക് ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഹുബ് അവിടെയുള്ള ഹുബിന്റെ കാരണം. സയ്യിദ് മുഹമ്മദ് ഷിഹാബ് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉദാഹരണം, നമ്മളെ സൊസൈറ്റിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജനാംഗീകാരം കിട്ടിയ ആളാണ് ആര്? സയ്യിദ് മുഹമ്മദ് ഷിഹാബ്. എന്താ കാരണം? ഹുബാണ്. ആരുടെ? അള്ളാഹുവിന്റെ. പ്രത്യേകത എന്താണെന്നറിയാം? എതിരാളികൾ പോലും സ്നേഹിച്ചു എന്നുള്ളതാണ്. എതിരാളികൾ പോലും സ്നേഹിച്ചു എന്നതാണ് ആ മനുഷ്യന്റെ പ്രത്യേകത. അതിന് കാരണം ഭൂമിയിൽ സ്വീകാര്യത ഉണ്ടാവണമെങ്കിൽ ആകാശത്ത് സ്വീകാര്യത ഉണ്ടാവണം. ആകാശത്ത് സ്വീകാര്യത ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടിസ്ഥാനം ഇതാണ് അടിസ്ഥാനം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും ഹുബ്ബാണ്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു ഹുബ്ബാണ് പ്രധാനം. സ്നേഹം അതിനേക്കാൾ വലിയ സംഗതിയില്ല. എല്ലാം സ്നേഹമുള്ളവർക്ക് ഈമാൻ മധുരമായി തോന്നും. സ്നേഹമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈമാൻ മധുരമായി തോന്നുന്നത്. ഈമാൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നാൻ നമുക്ക്. من كن فيه وجد بهن حلاوة الإيمان من كان الله ورسوله أحب إليه مما سواهما من كان الله ورسوله أحب إليه مما سواهما. ഈ ലോകത്ത് ആരെക്കാളും അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ടാകുമ്പോൾ അപ്പൊ സ്നേഹം എന്നാൽ ഈമാനാണ്. ഈമാൻ എന്നാൽ സ്നേഹമാണ്. നമ്മൾ ചിന്തിക്കണം. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കലാണ് ഈമാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത്തരം ആളുകൾക്ക് ഈമാൻ ഹലാവയായി മാറും, ഭയങ്കര മധുരമുള്ളതായി മാറും. പിന്നെ ഈമാൻ മധുരമായി മാറും. ഒരാളെ അയാൾ സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അവർക്കും ഈമാൻ മധുരമായി മാറും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈമാൻ ഭയങ്കര മധുരമായി നമ്മൾ അനുഭവപ്പെടും.
ഈമാൻ ഭയങ്കര മധുരമായി മാറും. ഏകദേശം ആളുകൾക്ക് ഈമാനുള്ള കാര്യം അവർ അറിയണില്ല. നമ്മൾ ഈമാനുള്ള കാര്യം നമ്മൾ അറിയൂല. എനിക്ക് ഈമാണ്ടൊന്നും നിനക്കറിയില്ല, എന്നാൽ ഈമാൻ നിനക്കറിയും. എന്ത്? അള്ളാഹുവിന് വേണ്ടി ഒരാളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈമാന്റെ ഭാഗമാണ്, അത് ഈമാനാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹുവിനോട് റസൂലിനുണ്ടെങ്കിൽ ഹുബുണ്ടെങ്കിൽ അതും ഈമാന്റെ ഭാഗമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. 3 കാര്യമുള്ളവർക്ക് ഈമാൻ മധുരമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമാണ് കാരണം. അള്ളാഹുവിനോട് റസൂലിനോട് സ്നേഹം ഉണ്ടാവുക, പിന്നെ ഒരു വ്യക്തിയോട് സ്നേഹം ഉണ്ടാവുക, ആ വ്യക്തിയെ സ്നേഹിച്ചാലോ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. പിന്നെയോ ഒരു കുഫറിൽ നിന്ന് ഒരാളെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയതിനു ശേഷം ആ കുഫറിലേക്ക് മടങ്ങിപ്പോവുക എന്നത് തീയിലേക്ക് ക്ഷണിക്കപ്പെടും പോലെ അയാൾക്ക് തോന്നുക, നിർബന്ധിക്കപ്പെടുന്നത് പോലെ അയാൾക്ക് തോന്നുക, അതും ഈമാന്റെ ഭാഗമാണ്. അതും അടിസ്ഥാന ഹുബ്ബാണ്. നന്മയുടെ അയാൾക്ക് സ്നേഹമായി പോയി, അത്ര വലിയ സ്നേഹമായി പോയി, ഇനി തിന്മക്ക് കഴിയില്ല, അതും ഹുബ്ബാണ്. നന്മ, അള്ളാഹുവിനോട് റസൂലിനോട് സ്നേഹം, പിന്നെ ഒരു വ്യക്തിയോട് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹം, ഒരു നന്മയോട് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹം. ഇതാണ് ഈമാൻ. ഇത്തരം ആളുകൾക്ക് ഈമാൻ മധുരമായി അനുഭവിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. ഈമാൻ ഉണ്ടാകാത്ത ഒരാൾക്ക് സ്വർഗം ലഭിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. സ്നേഹം പരസ്പരം പങ്കിടാത്ത ആൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. അല്ലാഹു ബോധം തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു ബോധം തരട്ടെ. നല്ല പോലെ ചിന്തിക്കും. ഈമാനായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് പറയാൻ കാരണം ഈമാന്റെ ഭാഗമാണ്. ഈമാനില്ലാതെ സ്വർഗമില്ല. പരസ്പര സ്നേഹമില്ലാത്ത ആളുകൾക്ക് ഈമാൻ ഉണ്ടാവില്ല. ഈമാനില്ലാതെ സ്വർഗം ഉണ്ടാവില്ല. പരസ്പര സ്നേഹം ഇല്ലാതെ ഈമാൻ ഉണ്ടാവില്ല. അപ്പോൾ പരസ്പര സ്നേഹം ഉണ്ടെങ്കിലേ സ്വർഗം ഉണ്ടാവുള്ളൂ. പരസ്പര സ്നേഹം ഉണ്ടെങ്കിലേ ഈമാൻ ഉണ്ടാവുള്ളൂ. പരസ്പര സ്നേഹം ഉണ്ടെങ്കിലേ സ്വർഗം ഉണ്ടാവുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമുക്ക് എത്ര കൃത്യമാണ്. ഈമാനില്ലാത്ത ഒരാൾ സ്വർഗത്തിൽ കിടക്കുകയില്ല. പരസ്പര സ്നേഹമില്ലാത്ത ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് പരസ്പര സ്നേഹത്തെ വളർത്തിയാൽ ഈമാനിനെ വർദ്ധിക്കുമെന്ന്, വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. عن إدريس الخولاني قال دخلت مسجد دمشق. ഞാൻ ദിമഷ്കിലെ പള്ളിയിൽ പോയി ചെന്നു. ഒരു സംഭവം പറയാം. ഫിദാഫത്തൻ ബറാഖുസനായ. അപ്പോൾ ഒരാളെ കണ്ടു. അയാൾ ഇങ്ങനെ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു സംഭവം പറയാം. ഞാൻ ഡമസ്കസിലെ പള്ളിയിൽ ചെന്നു. അവിടെ ഇങ്ങനെ പുഞ്ചരിച്ച്, സ്വഹാബിയാണ് അദ്ദേഹം, നല്ല പുഞ്ചിരിക്കുന്ന ഒരാളെ കണ്ടു. ഇതെന്നാസ്മാഉ, ജനങ്ങളെല്ലാം അയാളെ കൂടെയാണ്. ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ അയാളോട് ചോദിക്കും. അദ്ദേഹത്തിന്റെ ചിന്തയാണ് അവർ സ്വീകരിക്കുക. ഞാൻ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു, ആരാണ് ഇയാൾ? ഫഖാല മുആദ് ബിൻ ജബൽ. അത് മുആദ് ബിൻ ജബലാണ് എന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഒരാൾ ഇങ്ങനെ നടക്കാൻ ഡമസ്കസിലുണ്ട്, അയാളെ പിന്നാലെ ജനങ്ങളൊക്കെ. ആരാണ് ഇയാളെന്ന് അറിയോ? റസൂലുള്ളാഹി പറഞ്ഞയച്ചതാ ഡമസ്കസിലേക്ക്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അവൻ നേതാവിനെ ജനങ്ങൾ സ്നേഹിക്കണം, അപ്പോഴേ ആ പ്രസ്ഥാനം വളരുള്ളൂ. ഇന്ന് അതില്ലാതെ, അത് തകർച്ചയുടെ അടിസ്ഥാനം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അടുത്ത ദിവസം നേരത്തെ തന്നെ പള്ളി പോയി അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. നമസ്കാരം കഴിഞ്ഞവരെ കാത്തുന്നു അദ്ദേഹത്തെ പരിചയപ്പെട്ടു. സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ലൗഹിബ്ബുക്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആലില്ലാ. അപ്പോൾ മുആദ് എന്നോട് ചോദിച്ചു, ആലില്ലാ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയാണോ എന്നെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു. അതെ, ഫഖുൽതു ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്, അതെ റബ്ബിന് വേണ്ടിയാണ് എന്നോട് മറുപടി. എന്റെ വസ്ത്രം അദ്ദേഹം പിടിച്ച്, ശ്രദ്ധിക്കണേ, കെട്ടി മാനുമുസ്ലിം ഇങ്ങനത്തെ